വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് MK പോക്കർ സുല്ലമി. കമലാസുരയ്യയുടെ അമ്മ എന്ന കഥയിൽ മക്കൾ ഉപേക്ഷിച്ചു പോയ വൃദ്ധയായ ഒരു മാതാവിൻ്റെ ചിത്രമുണ്ട്. കയ്യിലുള്ള തുച്ഛമായ നാണയങ്ങൾ കൊണ്ട് കടയിൽ നിന്ന് പച്ചക്കറി വാങ്ങി തിരിച്ചു വരുമ്പോൾ അവരെ ഒരു കറുത്ത കാർ വന്നിടിക്കുന്നു. വലതുകാലിന് പരുക്കു പറ്റിയ ആ സാധു സ്ത്രീ അയ്യോ എന്ന് നിലവിളിക്കാൻ പോലും കഴിയാത്ത വിധം തളർന്നുപോയി. കാറ് നിർത്താതെ പോയപ്പോൾ സഹായത്തിനായി ഓടിയെത്തിയത് ഒരു പാൽക്കാരനായിരുന്നു. അയാൾ ചോദിച്ചു, എന്തുപറ്റി അമ്മേ? കുറച്ചു കാലമായി അവരെ അങ്ങനെ വിളിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. വർഷങ്ങൾക്ക് മുമ്പ് അങ്ങനെ വിളിച്ചിരുന്നവർ തന്നെ ഉപേക്ഷിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോയിരുന്നു. ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് മനുഷ്യജീവിതം പൂർണ്ണമാകുന്നത്. ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ പ്രാധാന്യവും പ്രത്യേകതകളും വെല്ലുവിളികളുമുണ്ട്. നിസ്സാരനായ മനുഷ്യൻ മാതാപിതാക്കളും കുടുംബവും സമൂഹവും നൽകുന്ന ഊർജത്തിലാണ് കരുത്തു നേടുന്നത്. ജീവിതത്തിലെ വർണ്ണങ്ങളും വസന്തങ്ങളും പിന്നിട്ട് വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യൻ പൊതുവെ നിരാശനും ദുർബലനുമായി മാറുന്നു. ശാരീരിക അവശതകളെക്കാളും പ്രയാസങ്ങളെക്കാളും ഇന്ന് വയോജനങ്ങൾ നേരിടുന്നത് കടുത്ത അവഗണനയും മാനസിക പീഡനങ്ങളുമാണ്. തനിക്ക് അത്യാവശ്യമായ കാര്യങ്ങൾ പോലും പ്രിയപ്പെട്ടവർ അവഗണിക്കുന്നതും വില കുറച്ച് കാണുന്നതും അവരെ അങ്ങേയറ്റം മാനസികമായി തളർത്തുന്നു. പ്രായമായവർ ഒരു ഉപകാരവും ഇല്ലാത്തവരും തങ്ങൾക്കവർ ഭാരവുമാണെന്നാണ് പുതിയ ഉപഭോഗ സംസ്കാരത്തിൻ്റെ വീക്ഷണവും കാഴ്ചപ്പാടും. മറ്റുള്ളവർക്കൊരിക്കലും ഭാരമാവാതെ ശാന്തമായി ഈ ലോകത്തോട് വിട പറയണമെന്നാണ് ഓരോ പ്രായമായ വ്യക്തിയും ആഗ്രഹിക്കുന്നത്. സൗഹൃദ സന്ദർശന വേളകളിൽ പ്രായമായവർ പറയാറില്ലേ, ആർക്കും ഒരു ബുദ്ധിമുട്ടുമുണ്ടാകാതെ മരിച്ചുപോയാൽ മതിയായിരുന്നു എന്നാണ് എൻ്റെ പ്രാർത്ഥന എന്ന്. മറ്റുള്ളവരുടെ പരിഗണനയും ശ്രദ്ധയുമാണ് മനുഷ്യജീവിതത്തിന് സന്തോഷവും പൂർണ്ണതയും നൽകുന്നത്. മുതിർന്ന പൗരന്മാർക്കും പ്രായമായവർക്കും അർഹമായ അംഗീകാരവും പരിഗണനയും നൽകണമെന്ന് മഹാനായ മുഹമ്മദ് നബി ഉണർത്തിയതായി പ്രവാചക വചനങ്ങളിൽ കാണാം. ചെറിയവരോട് കരുണ കാണിക്കാത്തവനും വലിയവരെ മാനിക്കാത്തവനും നമ്മിൽപ്പെട്ടവരല്ലെന്ന പ്രവാചക വചനം എന്തുമാത്രം ശ്രദ്ധേയമാണ്. ശാരീരികവും മാനസികവുമായ ദൗർബല്യം അനുഭവപ്പെടുന്ന വാർദ്ധക്യകാലത്ത് വൈകാരിക അടുപ്പവും ആത്മാർത്ഥമായ കരുതലും കിട്ടാതിരുന്നാൽ നിരാശ, ഏകാന്തത, വിഷാദം, മടുപ്പ്, സാമൂഹ്യ വിരക്തി തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ അവർക്ക് അനുഭവപ്പെടും. കുട്ടികൾക്ക് സമാനമായ ചിന്തയും സ്വഭാവ പെരുമാറ്റങ്ങളും വയോജനങ്ങളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് പ്രായത്തിൻ്റെ പ്രത്യേകതയായി ഉൾക്കൊള്ളാൻ പ്രിയപ്പെട്ടവർക്കും പരിചരിക്കുന്നവർക്കുമാവണം. ഒരിക്കൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ ക്ഷമാപൂർവം കേൾക്കാൻ മനസ്സ് വിശാലമാവണം. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കയർക്കുകയും സദാ പരിചരിക്കുന്നവരെ ഒട്ടും നോക്കാത്തവരെന്ന് കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഇവർ നമ്മുടെ സ്വർഗത്തിൻ്റെ വാതിലുകളാണെന്ന വസ്തുത നാം ഒരിക്കലും വിസ്മരിക്കരുത്. കേരളത്തിലെ മെട്രോ നഗരം ഉൾക്കൊള്ളുന്ന എറണാകുളം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വയോജന കേന്ദ്രങ്ങൾ ഉള്ളതെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. തൊഴിലും സാമ്പത്തിക പുരോഗതിയും തിരക്കുകളും തീർക്കുന്ന പുതിയ സംസ്കാരത്തിൻ്റെ ശേഷിപ്പുകൾ ആണ് വയോജന കേന്ദ്രങ്ങളായി ഉയരുന്നതെന്ന് വേണം കരുതാൻ. വാർദ്ധക്യകാലം കുടുംബത്തെ ആശ്രയിച്ചു മാത്രമേ ജീവിക്കാൻ സാധിക്കൂ എന്ന പൊതുബോധം മലയാളികളിൽ തീവ്രമാണ്. അപ്പോഴും സ്വന്തം മാനസിക ശാരീരിക ആരോഗ്യം സംരക്ഷിക്കാനുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കപ്പെടട്ടെ. സാധ്യമാകുന്ന പൊതുകാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കുമ്പോൾ ഊർജ്ജസ്വലത നിലനിൽക്കും. സക്രിയമായ മനസ്സുകൾ സൂക്ഷിക്കുന്നവരുടെ ശരീരത്തെ എളുപ്പത്തിൽ നിഷ്ക്രിയമാക്കാൻ പ്രായത്തിന് കഴിയില്ലെന്നുറപ്പാണ്. വയോജനങ്ങളോട് പെരുമാറുകയും ഇടപെടുകയും ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നമുക്കിങ്ങനെ സംഗ്രഹിക്കാം. ബഹുമാനവും പരിഗണനയും അംഗീകാരവും നൽകുന്നതിൽ ഒട്ടും പിശുക്ക് കാണിക്കാതിരിക്കുക. അവർ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണ മനസ്സോടെ കേട്ടിരിക്കുക. പ്രായമായവരെ ഇടയ്ക്കിടെ സന്ദർശിക്കുകയും അവരെ നിറഞ്ഞ പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുകയും ചെയ്യുക. കൊച്ചു കൊച്ചു കാര്യങ്ങൾ പോലും അവരുമായി കൂടിയാലോചിക്കുകയും അവരുടെ ഉപദേശം തേടുകയും ചെയ്യുക. അവരുടെ മുൻകാല സേവനങ്ങൾ പരാമർശിച്ച് സന്തോഷിപ്പിക്കുക. മുതിർന്ന മാതാപിതാക്കളുടെയും വയോജനങ്ങളുടെയും പെരുമാറ്റ വൈകല്യങ്ങളിൽ സഹനം അവലംബിക്കുകയും അവരുടെ നന്മക്കായി സദാ പ്രാർത്ഥിക്കുകയും ചെയ്യുക. വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് MK പോക്കർ സുല്ലമി.